നമസ്കാരം. കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. TPM പത്തനംതിട്ട സെൻറ്റർ ശുശ്രൂഷകൻ കുഞ്ഞുമോൻ പാസ്റ്ററെ അകാരണമായി മർദ്ദിച്ചു. ഫെയ്ത്തോമിൽ കയറി ആക്രമിച്ചത് റോജി വളവിനാൽ എന്ന യുവാവാണ്. എന്തിനാണെന്നറിയാമോ? ഫെയ്ത്തോമിൽ നിന്ന് സൗണ്ട് പുറത്തു വരുന്നെന്ന്. പോലീസ് കേസെടുത്തെങ്കിലും പാസ്റ്റർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇയാളെ പോലീസ് വിട്ടയച്ചു. ക്രൂരമായി മർദ്ദനമേറ്റിട്ടും ഇങ്ങനെ പ്രതികരിക്കാൻ എല്ലാ സുവിശേഷന്മാർക്കും സാധിക്കുമോ? ആ മർദ്ദനം ഒന്ന് കാണാം. അടി കഴിഞ്ഞ ക്ഷീണമാണ്. അല്ല അജി എടുക്കണം. ഫ്രണ്ട് വരുന്നത് കാണാൻ അകത്തോട്ട് കയറണം. അധികാരം സ്വാർത്ഥതയ്ക്കും സ്വകാര്യ ലാഭങ്ങൾക്കും പ്രതികാരത്തിനും പലരും ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുമോൻ പാസ്റ്ററുടെ നിലപാട് ഏറ്റവും പ്രശംസനീയം തന്നെയാണ്. ഈ പാസ്റ്റർ ഒരു സാധുവാണ്. സത്യം പറഞ്ഞാൽ ആ പാസ്റ്ററിൻ്റെ തൊണ്ടയടച്ചതാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ആ ശബ്ദം പോലും പുറത്തു കേൾക്കുന്നത്. മൈക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സൗണ്ട് ശരിക്കും പുറത്തു വരില്ല. ആ പാസ്റ്ററെയാണ് ശബ്ദത്തിൻ്റെ പേരിൽ മർദ്ദിച്ചത്. തിരിച്ചു തല്ലാത്തവരെ തല്ലുന്നത് വലിയ മിടുക്കാണെന്നാണ് ചിലരുടെയൊക്കെ വിചാരം. ശബ്ദ മലിനീകരണം ഉണ്ടെങ്കിൽ പരാതി കൊടുക്കണം. അതിനിവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നിയമത്തിൻ്റെ വഴി തരണം. ദി പെന്തക്കോസ്ത് സുവിശേഷകർ അവർ നാടും വീടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണസമയ ദൈവവേല ചെയ്യുന്നവരാണ്. ഫെയ്ത്ത് ഹോമിൽ ആരാധനയ്ക്ക് ശബ്ദം കൂടിപ്പോയെങ്കിൽ നിയമപരമായി പരാതി നൽകാമായിരുന്നു. അവരെ എത്ര തല്ലിയാലും അവർ തിരിച്ചൊന്നും ചെയ്യില്ല. യേശുവിൻ്റെ വിലപ്പെട്ട ദൈവശബ്ദം കേട്ട് യേശുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവായ യേശു കാൽവറി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ ചീന്തി മുഴുവൻ മനുഷ്യരുടെയും രക്ഷകനെന്ന ആ തിരിച്ചറിവ് ഉണ്ടായിട്ടാണ് അവർ ഈ വേലയ്ക്കിറങ്ങിയത്. നല്ല ജോലി, കുടുംബം, മാതാപിതാക്കൾ, സ്വന്തമായി ഒന്നുമില്ലാതെ കർത്താവിന് വേണ്ടി ഇറങ്ങി വന്നവരാണ്. അവർ യേശുവിനായി മരിക്കാൻ വേണ്ടി ജീവിതം മാറ്റിയവരാണ്. ഭൂമിയിൽ മനുഷ്യജീവിതം ക്ഷണികമാണ്. നിത്യമായ ജീവിതം യേശുവിൽ മാത്രമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക മാത്രമേ അവർക്ക് കഴിയൂ. യഥാർത്ഥ പെന്തക്കോസ്തുകാർ ചീത്ത പറയുകയോ മറ്റനാവശ്യമായ കാര്യങ്ങൾ പറയുകയോ സമൂഹത്തെ അപമാനിക്കുകയോ ചെയ്യാറില്ല. എല്ലാ മതങ്ങൾക്കും എല്ലാ സഭകൾക്കും ഇവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് മതേതര രാജ്യമാണ്. എന്നാൽ ചിലർക്ക് പെന്തക്കോസ്തുകാരെ കാണുമ്പോൾ ഒക്കാനും വരുന്നത് കാണാം. തിരിച്ചൊന്നും ചെയ്യില്ലെന്ന് അവർക്കറിയാം. ആ ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. മാതൃകാപരമായി ശിക്ഷ കൊടുക്കണം. എങ്കിലേ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കൂ.